റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് നമ്പർ 2. ഇനി നമുക്ക് ASP കുറിപ്പിന്റെ പ്രതികരണം കൂടി ഒന്ന് കാണാം. ഇതുവരെയും പ്രിയപ്പെട്ട പ്രേക്ഷകർ അഭിഭാഷക കമ്മീഷൻ ASP കുറിപ്പിനെ കണ്ടിട്ടില്ല. ASP കുറിപ്പ് മാധ്യമങ്ങളെയും കണ്ടിട്ടില്ല. വാർത്ത പുറത്തു വന്നതിന് ശേഷം പലതവണ നമ്മൾ ASP കുറിപ്പുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കാനില്ല എന്നാണ് അഭിഭാഷക കമ്മീഷൻ ASP കുറിപ്പ് പറയുന്നത്. റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ്. സന്നിധാനത്തെ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് സ്വർണം സംഭാവനയായി സ്വീകരിച്ചത് മറച്ചുവെച്ച് മുൻ അഭിഭാഷക കമ്മീഷൻ ASP കുറിപ്പ്. കൊടിമരത്തിന് സ്വർണം വാങ്ങിയത് കസ്റ്റംസിൽ നിന്ന് എന്നാണ് കുറിപ്പിന്റെ പ്രതികരണം. അഭിഭാഷക കമ്മീഷന്റെ പ്രതികരണം റിപ്പോർട്ടർ പുറത്തുവിടുന്നു. സിനിമാ താരങ്ങളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും സ്വർണം വാങ്ങിയതിനെക്കുറിച്ച് അഭിഭാഷക കമ്മീഷനോ പിന്നീട് അജയ് തറയിലോ മിണ്ടിയിട്ടില്ല. TV പ്രസാദ്, പക്ഷേ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ പിന്നീട് വന്ന തെളിവുകളിലൊക്കെ സുരേഷ് ഗോപി അടക്കമുള്ളവർ കൊടുക്കുന്നുണ്ട്, രഞ്ജിത്ത് പണിക്കർ കൊടുക്കുന്നുണ്ട്. ഇതിലാണെങ്കിൽ നാട്ടുകാരടക്കം ഈ സ്വർണം ഒരുക്കുന്നതിൽ സംഭാവന നൽകുന്നുണ്ട്. അപ്പോൾ ഈ സ്വർണം നൽകിയിട്ടില്ല എന്ന് എങ്ങനെയാണ് ASP കുറിപ്പിനും അഥവാ ASP കുറിപ്പ് നൽകിയിട്ടില്ല എന്നല്ല പറയുന്നത്, പകരം കസ്റ്റംസിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചു. അത് ശരിയാണ്, 9 കിലോഗ്രാമിലധികം സ്വർണം കസ്റ്റംസിൽ നിന്ന് വാങ്ങി. പക്ഷേ മറ്റുള്ളവരുടെ സംഭാവന കൂടിയുണ്ട് എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കും അജയ് തറയിലടക്കമുള്ളവർ മറച്ചു വെച്ചിട്ടുണ്ടാവുക? TV പ്രസാദ്. അരുൺ, ഇതിൽ സാങ്കേതികമായിട്ടായിരിക്കാം ഒരുപക്ഷെ അജയ് തറയിൽ ഇതിൽ പിടിച്ചു കയറുന്നത്. ഒരുപക്ഷെ ASP കുറിപ്പും അത് തന്നെ ആയിരിക്കാം. അതായത് അവരിപ്പോഴും പറയുന്നത് കൊടിമരത്തിന് വേണ്ടി ഫിനിക്സ് ഗ്രൂപ്പ് കൊടുത്തതല്ലാതെ ഒരു തരി സ്വർണം പോലും എവിടെ നിന്നും വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അരുൺ, അതിൽ വാജിവാഹനം മാറ്റുന്നുണ്ട്, അതിൽ അഷ്ടദിക്പാലകർ മാറ്റുന്നുണ്ട്. വാജിവാഹനം നമുക്കറിയാം, ഈ കൊടിമരത്തിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന കുതിരയുടെ രൂപത്തിലുള്ളതാണ് ഈ വാജിവാഹനം. അത് പുരാതനമായ വലിയ മൂല്യമുള്ള പഴയ വാജിവാഹനം മാറ്റുന്നുണ്ട്. അത് പിന്നീട് കണ്ഠര രാജി വരെ കൊണ്ടുപോകുന്നുമുണ്ട്. അത് മറ്റൊരു വിവാദമാണ്. അങ്ങനെ ആ വാജിവാഹനം മാറ്റുന്നു. അതിൻ്റെ കൂടെ താഴ്ഭാഗത്തുള്ള അഷ്ടദിക്പാലകരുടെ വിഗ്രഹങ്ങളും അതിനൊപ്പം മാറ്റുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരുപക്ഷേ അരുൺ, ഇതിൽ സംശയമുള്ള മറ്റൊരു കാര്യം, കൊടിമരം നിർമ്മിക്കുമ്പോൾ 3.2 കോടി രൂപ ഫിനിക്സ് ഗ്രൂപ്പ് കൊടുത്തു. സ്വാഭാവികമായി കൊടിമരത്തിന് എന്ന പേരിൽ ഒരുപക്ഷെ ഇനി സംഭാവന പിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണോ മുകളിലുള്ള വാജിവാഹനവും താഴെയുള്ള അഷ്ടദിക്പാലകരും ആ സമയത്ത് തന്നെ മാറ്റിയത് എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. തത്വത്തിൽ കൊടിമരത്തിന്റെ ഒപ്പമാണ് വാജിവാഹനവും അഷ്ടദിക്പാലകരെയും മാറ്റാനുള്ള തീരുമാനമുണ്ടായത്. അതുകൊണ്ട് തന്നെ വാജിവാഹനത്തിനും അഷ്ടദിക്പാലകരും അത് രണ്ടും വാർക്കുന്ന സമയത്ത് അത് ഉരുകുന്ന ഉരുകലിലേക്കാണ് ഈ സ്വർണം ഇടുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. സ്വാഭാവികമായി ആ കൊടിമരം മാറ്റുമ്പോൾ തന്നെയാണ് കൊടിമരത്തിന്റെ ഭാഗമായിട്ടുള്ള അഷ്ടദിക്പാലകരെയും അതുപോലെ വാജിവാഹനവും മാറ്റുന്നത്. ആ വാജിവാഹനവും അഷ്ടദിക്പാലകരും നിർമ്മിക്കുന്ന സ്വർണം എന്ന് പറയുന്നത് ഉറപ്പായും അത് കൊടിമരത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വർണമാണ്. ആ സ്വർണം കണക്കിൽ വരേണ്ടതാണ്. ഒന്നുപോലും വാങ്ങിയിട്ടില്ല എന്ന് അജയ് തറയിലും അതോടൊപ്പം തന്നെ ASP കുറിപ്പും പറയുന്നത് ദുരൂഹത ഉണർത്തുന്നതാണ്. ഇതിൽ ASP കുറിപ്പ് കസ്റ്റംസിൽ നിന്ന് വാങ്ങിക്കുന്ന 9 കിലോ സ്വർണമല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും പ്രതിപാദിക്കുന്നില്ല എന്നുള്ളതും ഏറെ ഗൗരവമുള്ളതാണ്. താങ്ക് യു TV പ്രസാദ്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സ്വർണ്ണക്കൊടിമരത്തിന്റെയും അഷ്ടദിക്പാലകരുടെയും വാജിവാഹനത്തിന്റെയും നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്വർണ്ണത്തിൽ ഈ പറയുന്നവർ കൊടുത്ത സ്വർണ്ണം കൂടി ഉണ്ടായിരുന്നു. 412 ഗ്രാം ആണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതല്ലാതെ ആരെത്ര കൊടുത്തു എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ കണക്കുകളില്ല. ഇതാണ് വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്.